ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കറക്റ്റ് ആ ഒരു സ്ക്വയറിൽ തന്നെയാണുള്ളത്. ഓസ്ട്രിയയിലെ ഇൻസ്ബ്രുക്ക് പ്രൊണൗൺസിയേഷൻ ഇൻസ്ബ്രുക്ക് ആണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ നമ്മൾ ലക്സംബർഗിലുള്ള ആ ഒരു ഫാമിലി ഉണ്ടല്ലോ, അന്ന് നോമ്പൊക്കെ പിടിച്ച് എൻ്റെ കൂടെ ട്രക്കിങ് ചെയ്ത് ആ ഫാമിലീനെ വീഡിയോ കോൾ ചെയ്തതാണ്. അപ്പോഴാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞ് നാട്ടിൽ ആക്ച്വലി യൂറോപ്പായിട്ടൊരു 4.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇപ്പം അത് 3.5 മണിക്കൂറായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നുണ്ട്, ഇപ്പോൾ സമയം 8 മണിയായി. 8 മണിയായിട്ട് ഇരുട്ടാവുന്നില്ലല്ലോ. സാധാരണ 7 മണിയാകുമ്പോഴാണ് ഇത്ര ഇരുട്ടാവുന്നത്. ഞാനതിന് എന്താ മാറ്റം എന്ന് ആലോചിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ സ്പ്രിങ്ങും സമ്മറൊക്കെ ആവാനായി. അപ്പോൾ ഡേ ലൈറ്റ് കൂടുതൽ കിട്ടും. രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് ഇരുട്ടാവുന്നത്. ഇത്രയും ദിവസം ഒരു 7 മണിയാകുമ്പോൾ തന്നെ ഇരുട്ടാവുമായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു 10 മണി വരെയൊക്കെ ഡേ ലൈറ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ കുറച്ചൊരു 4-5 ദിവസം കൂടെ ഉള്ളൂ യൂറോപ്പിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ US പോവാണ്. അപ്പോൾ അവിടെ എത്തുമ്പോഴും എനിക്ക് തോന്നുന്നു ഇതുപോലെ ചേഞ്ചസ് ഉണ്ടാവും. എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അവിടെയും ഇപ്പോൾ വിൻ്ററാണെന്ന് തോന്നുന്നു. ക്ലൈമറ്റ് എന്താണെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ അതിശയിച്ച് നിൽക്കുമായിരുന്നു. ഞാൻ ഒരു അരമണിക്കൂറായിട്ട് ദിവ്യേനെയും കാത്തിരിക്കുമായിരുന്നു. ദിവ്യൻ്റെ പോസ്റ്റൊക്കെ. ഞാനിവിടെ തണുപ്പധികമല്ലോ, പക്ഷെ ഭയങ്കര കാറ്റാ അല്ലേ? പിന്നെ ഭയങ്കര കാറ്റാ. കാറ്റടിക്കുന്നില്ല. അത് നല്ല നല്ല തണുപ്പുണ്ട്. ഞാൻ വിശന്നിരിക്കുവായോണ്ട് എനിക്ക് എന്തോ കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിട്ടുണ്ടേ? ഡോണർ അതൊരു സാൻഡ്വിച്ചാണ്, കബാബ് സാൻഡ്വിച്ചാണ്. സാൻഡ്വിച്ച്. നീ കഴിച്ചെന്തേലും? ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ആക്ച്വലി വേറൊരു ആളുടെ അടുത്ത് പോയതായിരുന്നു. അപ്പോൾ ഞാൻ ആൾക്കൊരു കബാബ് പിzzയും മേടിച്ചു കൊടുത്ത് ഒരു കബാബ് സാൻഡ്വിച്ചും മേടിച്ച് ഇങ്ങനെ വരുമായിരുന്നു. ഇത്ര നേരം കാത്തിരുന്ന് ക്ഷീണിച്ച കുട്ടിക്ക് ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നഷ്ടമായിപ്പോവും. ഗുഡ് മോർണിംഗ്. ഞാനിതാ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നെക്സ്റ്റ് ഇറ്റലിയിലേക്ക് പോവാണ്. ഇൻസ്ബ്രുക്കിൽ ഇറ്റലിയിലേക്ക്. അവിടത്തെ ഭയങ്കര സൗണ്ട് ഒച്ചയൊക്കെ നടക്കുവാണ്. എന്തോ ഒരു പരിപാടി, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടുന്ന് ഒരു ബസ് ഇറങ്ങി ഇനി അടുത്ത സ്ഥലത്തേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുക. നല്ല മഴ, നല്ല തണുപ്പാ. ഞാൻ കുറച്ച് നേരമായിട്ട് ഞാൻ ബസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ളും മഴയാണ്. ഇപ്പോൾ ഒരു 3 ഡിഗ്രിയൊക്കെയാണ് തണുപ്പ്. ചെറിയ സ്നോഫോൾ ഉണ്ടെന്നാണ് വെതറിൽ കാണിക്കുന്നത്, പക്ഷേ മഴയായിട്ടാണ് നമുക്ക് കാണുന്നത്. ഞാനിവിടെ ഫ്ലിക്സ് ബസ്സിൻ്റെ സ്റ്റോപ്പിലാണ് വെയിറ്റ് ചെയ്യുന്നത്. എനിക്കൊരു 5.5 മണിക്കൂർ ട്രാവലുണ്ട് മിലാനിലേക്ക്. അതായത് ഇറ്റലിയിലെ മിലാൻ എന്ന് പറഞ്ഞ സിറ്റിയിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത്. എൻ്റെ നോക്കി ഈ സ്ലീപ്പിംഗ് ബാഗൊക്കെ നനഞ്ഞ് മൊത്തം വേണ്ട കളറ് മാറി. ഓക്കെ, മൊത്തം നനഞ്ഞതിൻ്റെ കളറാണ്. കണ്ടോ, ഈ സൈഡ് നനഞ്ഞിട്ടില്ല, ഈ സൈഡ് മാത്രം വേറെ കളർ കണ്ടോ. ഓക്കെ, ഫുള്ള് നനഞ്ഞ്. പിന്നെ ബാഗും അതെ, ബാഗ് കറുപ്പായതുകൊണ്ട് നനഞ്ഞറിയാത്ത. മറ്റേ ആ ചെറിയ ബാഗ് മൊത്തം നനഞ്ഞു. ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല, ഇത്ര സ്പേസ് ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബസ് ലേറ്റ് ആണെന്നൊക്കെ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അറിയില്ല എത്രത്തോളം ലേറ്റാന്ന്. ബസ്സൊക്കെ വന്നു. ബസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സൈഡിലൊക്കെ ഫുള്ള് സ്നോ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. മഴ ആയതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അവിടെ ആക്ച്വലി സ്നോഫാൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം അവിടെ ഇങ്ങനെ ഭയങ്കര സ്നോയി ആയിട്ട് കിടക്കുന്നു. ഇപ്പോൾ പെയ്ത സ്നോ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ ട്രീസൊക്കെ വരുന്നതുകൊണ്ട് ശരിക്കും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. അവിടെ കണ്ടോ, ഇപ്പോൾ വീണതാണ്. കാരണം അവിടെ മൊത്തം മൂടി കിടക്കുക, കാണാനേ പറ്റുന്നില്ല. നമുക്ക് അങ്ങ് ദൂരെ ബസ്സിൽ കണ്ടോ, സ്ക്രീന് പുറത്തേക്കൊന്നും കാണുന്നില്ല. ലൈറ്റ് ഇട്ടിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ലിയർ അല്ലാണ്ട് പോകുന്നതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. സ്ലോ എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ലോ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. നല്ല മഴയുണ്ട്. അങ്ങോട്ടൊക്കെ കണ്ടോ, മൊത്തം മൂടി സ്നോ പോലെ ഇങ്ങനെ മൊത്തം വീണ് 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 താഴെത്തി. മൊത്തം സ്നോ ഇട്ട് കിടക്കുന്നത്. വെറുതെ അല്ലായിരുന്നു എനിക്ക് ഇത്രയും തണുത്തത്. ഓക്കെ, അങ്ങോട്ട് നോക്ക്, കണ്ടോ ഫുള്ള് സ്നോ വീണ് കിടക്കുക. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ. കാരണം മൊത്തം ആ ട്രീസെല്ലാം വ്യൂ പോയി കണ്ടോ. അങ്ങോട്ടോക്ക് ഫുള്ള് ഇങ്ങനെയാണ്. അങ്ങോട്ട് മുകളിലേക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് നോക്ക്, മൊത്തം സ്നോ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നോക്കി കണ്ടോ, ആ ചെടികളിൽ ഇങ്ങനെ നിൽക്കുന്ന അടിപൊളി. പോകുന്ന വഴിക്കൊക്കെ നൈസാണ് കേട്ടോ. അങ്ങോട്ടുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഞാൻ വിചാരിച്ചു വെറുതെ കാണിക്കുവാണ് സ്നോഫാൾ ഉണ്ട് എന്നുള്ളത് വെതറിൽ, പക്ഷെ അത് കറക്റ്റായിരുന്നു. അടിപൊളി. യൂറോപ്പിൽ വന്നിട്ടിപ്പോൾ ഫസ്റ്റ് ടൈമാണ് സ്നോഫാൾ കിട്ടുന്നത്. അതും വിൻ്റർ ഓൾമോസ്റ്റ് കഴിഞ്ഞ്.
സമ്മർ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്, ടൈം വരെ മാറി. ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ സ്നോഫാൾ കിട്ടിയത് നല്ലതാണ്. കാരണം ഈ ടൈമിൽ അങ്ങനെ സ്നോഫാൾ ഉണ്ടാവില്ല. പിന്നെ ഈ ഏരിയ ഒക്കെ പൊതുവെ തണുപ്പാണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ സ്നോഫാൾ ഉണ്ട്. ഇത് നോക്കി മൊത്തം സ്നോ. അതിൻ്റെ മുകളിലൊക്കെ വീടുകൾ കാണുന്നുണ്ട് കേട്ടോ, അതൊക്കെ മൊത്തം സ്നോയിൽ മൂടിയിട്ടുള്ളത്. മൊത്തത്തിൽ വൈറ്റ് ആട്ടോ. ഞാൻ ആലോചിക്കുക, ഇപ്പോൾ വിൻ്ററിലാണെങ്കിൽ ഇവിടെ മൊത്തം വൈറ്റ് ആയിരിക്കൂലേ, കുറേ വൈറ്റ് കണ്ടാൽ ഭ്രാന്താവും. സ്നോ ഭയങ്കര രസമാണ് കുറച്ച് ദിവസത്തിന് മാത്രം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് മടുക്കും പെട്ടെന്ന്. എനിക്ക് സ്നോ അധികം താല്പര്യമുള്ള ആളല്ല കേട്ടോ ഞാൻ. ഇതൊക്കെ മൊത്തം സ്നോ ആയിട്ടുണ്ട്, കണ്ടോ നോക്ക്. ആ വണ്ടികളുടെയൊക്കെ മുകളിൽ ഫുള്ള് സ്നോ കിടക്കുന്നു. വീടുകളുടെ മുകളിലൊക്കെ മൊത്തം മൂടി കിടക്കുക. ഞാൻ ഓർത്ത് ഇന്ന് എന്താ ഇത്ര തണുപ്പ് കൂടുതലെന്ന്. ഇങ്ങനെ സ്നോഫാളല്ലേ, പിന്നെ എങ്ങനെ തണുക്കാതിരിക്കുക. ആ ചെടികൾ കാണാൻ നൈസായിട്ടുണ്ട് നോക്ക്. ഇങ്ങനെ സ്നോഫാൾ ആയതുകൊണ്ടാണ് ഭയങ്കര പയ്യാണ് കേട്ടോ പോകുന്നത്. കാരണം റോഡിലൊക്കെ സ്നോയാണ്, ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. എപ്പോൾ എത്തുമെന്ന് അറിയില്ല. ഒന്നും കാണാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ. സ്നോ ഇപ്പോൾ ലൈവായിട്ട് പെയ്തുകൊണ്ടിരിക്കുക. അവിടെയൊക്കെ നോക്ക്, മുകളിലേക്ക് അങ്ങനെ പെയ്യുന്ന കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ വണ്ടി മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഭയങ്കര സ്ലോ ആണ്, കാരണം സ്നോഫാളിലുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഭയങ്കര പയ്യെ പോകുന്നത്. വണ്ടിയിലെല്ലാവരും ഉറങ്ങുകയൊക്കെ ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഇത് നോക്ക്, വണ്ടികൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന കേട്ടോ കാണുന്നത്. റെയിൽവേയിൽ വണ്ടീൻ്റെ മുകളിൽ മൊത്തം സ്നോ ആയിട്ട് കിടക്കുന്നത്. ട്രെയിൻ ഉണ്ടല്ലോ, ഗുഡ്സ് ട്രെയിൻ, അങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെയാണ് വണ്ടികൾ കൊണ്ടുപോകുന്നത്. ഗുഹേൻ്റെ ഉള്ളിൽ കയറി മറ്റേ ടണൽ അതുവഴി കണ്ടോ, റെയിൽവേൻ്റെ പാളമാണ് കാണുന്നത്, കണ്ടോ ആ വര പോയിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ ഫുള്ള് ട്രെയിനൊക്കെ പോകുന്നത് കാണാം. നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നേരം മുന്നേയൊക്കെ കുറേ ട്രെയിൻ പോയി അതുവഴി. എനിക്ക് തോന്നുന്നു ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഇല്ല അല്ലേ, അത് വണ്ടികളാണ്. ഞാൻ ട്രെയിനാണെന്ന് വിചാരിച്ചു. പക്ഷെ നൈസാണ് കേട്ടോ. ഇപ്പോൾ സ്നോ എല്ലാം മാറി അടിപൊളി വ്യൂ ആയിട്ടുണ്ട് കേട്ടോ. നോക്ക്, ഫുൾ ഗ്രീനറി ആയി. ഇന്ന് പിന്നെ നല്ല വെയിലുണ്ട്. ഇതിപ്പോൾ ഇറ്റലിയാണ് കേട്ടോ. ഇറ്റലി കയറിയിട്ട് കുറച്ച് നേരമായി. ഇങ്ങനെ അടിപൊളി വ്യൂ ഒക്കെ കണ്ട് ഞാനിങ്ങനെ പോന്നു ടണലിൽ വന്ന്. പോകുന്ന വഴി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഗ്രീൻ കളറിൽ താഴെ ഇങ്ങനെ കണ്ടോ, എന്തോ കമ്പി പോലെ ഇട്ടേക്കുന്നത്. അതെന്തോ കൃഷിയാണ്, മുന്തിരിത്തോപ്പോ അല്ലെങ്കിൽ ബെറീസോ അങ്ങനെ എന്തോ ഉണ്ടാക്കാനുള്ള എന്തോ ഒരു ഫാമിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെതാണ് കേട്ടോ. ഭയങ്കര രസമാണ്. നമുക്കിപ്പോൾ 5.5 മണിക്കൂർ എനിക്കുണ്ട് ബസ്സിൽ, പക്ഷെ ബോറടിക്കുകയില്ല. കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് എല്ലാം ഇങ്ങനെ കണ്ട് പോകുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ. ആദ്യം സ്നോ, പിന്നെ വെയിൽ, പിന്നെ ഇങ്ങനെ. അങ്ങനെ ഞാൻ ഇറ്റലിയിൽ എത്തിയിട്ടുണ്ട്, മിലാനിൽ എത്തിയിട്ടുണ്ട്. സോ അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് എന്നെ ഒന്ന് പിക്ക് ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ മെട്രോയിൽ വന്നു. അതിന് ശേഷം ഞാൻ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റ് വേറെ തന്നെയാണ്. ഇവിടെ നല്ല ചൂട്, നല്ല വെയിൽ. അതായത് വെയിലുണ്ടെങ്കിലും നമുക്ക് ചൂടെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഹ്യൂമിഡിറ്റി ഉണ്ടോ എന്താ അറിയില്ല. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് സ്പ്രിംഗ് എല്ലാം നേരത്തെ തുടങ്ങിയിട്ടുണ്ടായി. ഫുൾ ഡിഫറെൻ്റ്. അതായത് യൂറോപ്പിൽ വന്നിട്ട് ഇത്ര ദിവസമായിട്ട് ഞാനിപ്പോൾ ഇന്നാണ് എനിക്ക് വെയിലൊക്കെ ഒന്ന് ശരിക്കും എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നത്. ഇവിടെ ജാക്കറ്റിൻ്റെ ആവശ്യമില്ല, കാരണം ചൂടില്ല. ചൂടാണ്, തണുപ്പില്ല. അതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇവിടെ ട്രാവൽ ചെയ്യാനായിട്ട് ഞാൻ ഡെയിലി പാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് 24 hours യൂസ് ചെയ്യാം. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ട്രാമും മെട്രോ ബസ്സെല്ലാം നമുക്ക് യൂസ് ചെയ്തിട്ട് പോവാം. ഞാൻ എന്താ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ മോൻ കണ്ടറിയാം ഞാൻ ടയർഡായിട്ടുണ്ട്. കാരണം രാവിലെ നേരത്തെ എണീച്ച്
പോകുന്നതാണ്. ഫ്ലിക്സ് ബസ് കയറിയിട്ട് പിന്നെ ഒരു 5.5 മണിക്കൂർ, അരമണിക്കൂർ ഓൾറെഡി ലേറ്റ് ആയിരുന്നു ബസ്. എത്തിയപ്പോൾ ലേറ്റായി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വില്ലാലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങണം. അയ്യോ നല്ല വെയിൽ കേട്ടോ. ഞാനിവിടെ ഹാറ്റ് യൂസ് ചെയ്യേണ്ടി വരും. സൺഗ്ലാസ് ഒന്നും ഇത്രയും ദിവസമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത വിഷമമായിരുന്നു. ഞാൻ പിന്നെ ചെറിയ വെളിച്ചം വരുമ്പോൾ തന്നെ സൺഗ്ലാസ് ഒക്കെ എടുക്കുമായിരുന്നു. ഇവിടെ ശരിക്കും വെയിൽ കേട്ടോ, നല്ല വെയിൽ. ഞാനിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. സൽസീച്ചാന്നും പറഞ്ഞ എന്തോ ഒരു ഫുഡാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ഇത് ടൊമാറ്റോ സോസാണ് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ പോക്കിൻ്റെ സോസേജ് പോലത്തെ ഒരു സംഭവം, പിന്നെ നമ്മളെ പാസ്തയും. അപ്പോൾ കഴിച്ചോട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അവിടുന്ന് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. പാസ്ത കഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് വീഡിയോയിൽ വരാൻ ഇൻട്രസ്റ്റ് ഇല്ല, സോ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷെ വേറെ എൻ്റെ ഫ്രണ്ട് വീഡിയോയിൽ വരുന്നുണ്ട്. ഞാനപ്പോൾ വേറെ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തരാം. ഹായ്, പേര് ആദിത്യ. ഇവിടെ എന്താണ്? ഇവിടെ ഞാൻ പഠിക്കുവാണ്. ഓക്കെ. നാട്ടില് കൊച്ചി. ഓക്കെ. ഈ ഡ്രസ്സിങ്ങും എൻ്റെ ഈ ഹാറ്റും ഈ സൺഗ്ലാസും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ക്ലൈമറ്റ് എക്സാക്ട്ലി മാറിയിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ പുള്ളിക്കാരിക്കൊക്കെ ഞാൻ സ്നോഫാളിൻ്റെ വീഡിയോ അയച്ചു കൊടുത്താണ്. അവിടെ ഞാൻ 2 ഡിഗ്രി തണുപ്പിൽ നിന്ന് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ 20 ഡിഗ്രി ഒക്കെയാണ്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഇത്രയും ദിവസമായിട്ട് എനിക്ക് തോന്നുന്നൊരു മാക്സിമം പോയത് 10-14 ഡിഗ്രി ഒക്കെയാണ്. അതിൽ കൂടുതലായിട്ടില്ല. അത് നെതർലാൻഡ്സിലുള്ള ടൈമിലാണ് എനിക്കൊരു വെയിലൊക്കെ കിട്ടി. ബെൽജിയത്തിലുള്ളപ്പോഴും എന്നാലും നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ ഫുൾ ജാക്കറ്റൊക്കെ ഇട്ടാൽ നടന്ന്. ഇന്ന് മാത്രമാണ് എനിക്ക്, ഞാനിപ്പോൾ നാട്ടിലൊക്കെ നടക്കുന്ന പോലെ, അതായത് ഹാറ്റൊക്കെ ഇട്ട് ഫുൾ കവർ ചെയ്ത് അങ്ങനത്തെ. ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് അടുത്ത കൺട്രിയിലൊക്കെ പോകുമ്പോൾ ഫുൾ ഇനി സമ്മറൊക്കെയാണ് വരാൻ പോകുന്നു. മെക്സിക്കോ അങ്ങനെയൊക്കെ സമ്മറൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് സമ്മർ പൊതുവെ ഇഷ്ടമല്ല. പക്ഷെ ഈ ഒരു ക്ലൈമറ്റ് ഓക്കെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സൺലൈറ്റ് അടിക്കുന്നില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു കൂളിങ് കിട്ടുന്നുണ്ട് ഈ ഒരു ക്ലൈമറ്റിൽ. പക്ഷേ ഫുൾ സമ്മറാണെങ്കിൽ നല്ല ടാസ്ക് ആയിരിക്കും. ഞാനിതാ മിലാനിലെ ഒരു ഫേമസ് കാത്തഡ്രലിലാണ്, അതിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു ഫേമസ് ചേർച്ചാണ് കേട്ടോ. ഇവിടെ നോക്കി, ഇവിടെ ഓൾറെഡി സമ്മറായി. ഇവിടുത്തെ ക്ലൈമറ്റ് സ്പ്രിങ് കഴിഞ്ഞ് സമ്മർ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ തിരക്കാണ് നമ്മൾ ഈ കാണുന്നത്. ഇത്രയും ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ. നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ തന്നെ എന്താ പറയുക, നിറയെ ആൾക്കാരാണ്. കണ്ടോ ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റും സ്കൈ ഒക്കെ കണ്ടോ? ആ ഒരു സമ്മറിൻ്റെ തന്നെ സ്കൈ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്രയും ദിവസമായിട്ട് ഞാൻ ഇങ്ങനെയല്ല കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയാണ് ഈ ഒരു ക്ലൈമറ്റ്. പക്ഷെ ആ ഫ്രെയിമിൽ കുറേ ആൾക്കാരുണ്ടാവും. നമുക്ക് ഫ്രീ ആയിട്ട്, അതായത് ഇങ്ങനെ ആരും ഇല്ലാതെ ഈ ചേർച്ചും ഞാനും മാത്രം അങ്ങനെ എടുക്കാൻ പറ്റില്ല. പക്ഷെ അടിപൊളിയാണ്, നൈസാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചാച്ച് പണ്ടത്തെ കാലത്ത് 1936 ആ ടൈമിലെങ്ങാണ്ട് നിർമ്മിച്ചാണ്. പഴയ രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കി കുറേ ഇതുണ്ട്, എന്താ പറയുക, പ്രാവുകൾ. അതിനെ വർപ്പിച്ചുകൊണ്ടിരിക്കുക ഇവിടുത്തെ ഈ പിള്ളേർ. നല്ല രസമല്ലേ ഈ ഒരു ഫ്രെയിം? ആ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും ഭയങ്കര നൈസായിട്ടുണ്ട്. ഇപ്പോൾ ആക്ച്വലി ഞാൻ ഇവിടെ കുറേ പേരൊക്കെ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ രാത്രിയാണ് ചെറിയൊരു തണുപ്പ് വരുള്ളൂ. പക്ഷെ ഇപ്പോൾ ഈ ടൈമിലൊക്കെ നല്ല ചൂടും വെയിലുമാണ് കേട്ടോ. ആ പിള്ളേരത് പറപ്പിച്ചിട്ട് എൻ്റെ മേത്തേക്കാണ് വരുന്നത്. പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ഫോൺ സൂക്ഷിക്കണം, പിന്നെ ബാഗ് സൂക്ഷിക്കണം എന്ന്. ഇത്രയും ദിവസം ഞാൻ ബെൽജിയത്തിലും നെതർലാൻഡ്സിലും ജർമ്മനിയിലും ലക്സംബർഗിലും ഒന്നും അങ്ങനെ കേട്ടിട്ടുണ്ടായില്ല. പക്ഷേ ഇറ്റലിയിൽ വന്ന സമയത്ത് വീണ്ടും ഞാൻ കേട്ടു. ഇതുപോലെ പാരീസിലാണ് ഞാൻ കേട്ടിട്ടുണ്ടായത്. പാരീസിലും ഇവിടെ എനിക്ക് കുറേ സിമിലാരിറ്റീസ് കണ്ടുമുട്ടി ഞാൻ. അതായത് ഇവിടെ ഞാൻ ട്രെയിൻ കയറുന്ന സമയത്തൊക്കെ കുറേ ആൾക്കാർ വന്ന്, ബെഗേഴ്സൊക്കെ വന്ന് ഇങ്ങനെ പൈസ ചോദിക്കുന്നു. പിന്നെ എന്താ പറയുക, ആൾക്കാരുടെ ഒരു നോട്ടോ ആ ഒരു ആറ്റിറ്റ്യൂഡും. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ആദിത്യാണെങ്കിലും എൻ്റെ വേറെ ഫ്രണ്ടാണെങ്കിലും എന്ത് പറഞ്ഞു, ഫോണൊക്കെ സൂക്ഷിക്കണം, എന്തായാലും പിടിച്ചുകൊണ്ട് പോകും. പിന്നെ ഇപ്പോൾ മെട്രോയിലൊക്കെ കയറുവാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എൻ്റെ ബാക്കിൽ നിന്നുള്ളത് അവരെടുത്തിട്ട് പോരോന്ന്. അപ്പോൾ ഫ്രണ്ടിലേക്ക് ഇടാൻ പറഞ്ഞു. അങ്ങനെയാണ്. ഇവിടെയാണ് പക്ഷേ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ ചൂടെടുക്കുന്നുണ്ട്. ഞാൻ ഹാറ്റ് വരെ ഊരിയിട്ട്, ഹാറ്റ് വെക്കുമ്പോഴേ എനിക്ക് ചൂടാണ്. പക്ഷേ കണ്ണ് കാണാൻ പറ്റില്ല. സൺഗ്ലാസ് വെച്ചിട്ടില്ലെങ്കിൽ കണ്ണടിച്ചോ. അയ്യോ, കണ്ണ് തുറക്കാൻ പറ്റില്ല. തുറക്കാൻ പറ്റില്ല കേട്ടോ, തുറക്കാൻ പറ്റില്ല. അത്രക്കും വെയിലാണ്. അത്രയ്ക്ക് ശരിക്കും പറഞ്ഞാൽ സൺഗ്ലാസ് വെച്ചിട്ട് തന്നെ മറ്റേ ഉദിച്ച് നിൽക്കുന്ന സൂര്യൻ്റെ അത്രയും പവറായിട്ടാണ്. ഭയങ്കര വെളിച്ചം. സൺഗ്ലാസ് വെച്ചിട്ട് തന്നെ എനിക്ക്, സൺഗ്ലാസ് വെക്കുമ്പോൾ സാധാരണ ഒരു ഇരുട്ട് ഫീൽ ഉണ്ടാവും. പക്ഷേ ഇത് ആ ഒരു ഇരുട്ട് ഫീല് പോലും ഇല്ല. ബട്ട് മൊത്തത്തിൽ നൈസാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു ടൂറിസ്റ്റിക് സ്ഥലത്തൊക്കെ വരുന്ന സമയത്ത് ഒറ്റയ്ക്ക് വരുമ്പോൾ അത്ര ത്രില്ലൊന്നും ഇല്ല കേട്ടോ. എൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവൾ പോയി, അവളോട് ഞാൻ പറഞ്ഞാൽ നിൽക്കാം. പക്ഷെ അവൾക്ക് വർക്ക് ഉണ്ട്.
പിന്നെ വേറെ എന്തോ ഒരു ആവശ്യത്തിന് അവൾ പോകുന്നുണ്ട്, കാരണം നെക്സ്റ്റ് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു നോട്ടെ. സമ്മറായി തുടങ്ങുമ്പോഴാണ് ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചുറ്റും നോക്കുമ്പോൾ തന്നെ കാണാം മൊത്തം ടൂറിസ്റ്റുകളാണ്. എല്ലാ കൺട്രീസിലെയും ആൾക്കാരെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നോക്കി എല്ലാവരെയും കാണാം, എല്ലാവരും ഫോട്ടോ എടുക്കലാണ്. ഞാനിതാ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. ഞാൻ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങോട്ട് നടക്കാനൊരു വഴി കാണുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോയോട്ടെ. ഓ, ഇത്രയും തിരക്കാണ്, ഇത്രയും റഷാന്നൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ആലോചിച്ചത് ഇവിടെയും ആ ഒരു വിൻ്റർ ആയിരിക്കും, തണുപ്പായിരിക്കും എന്നാണ്. ഞാൻ വെതറൊന്നും നോക്കിയിട്ടുണ്ടായില്ല. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ സമ്മർ ആയതില്ല. കാരണം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ടൂറിസ്റ്റ് സ്ഥലത്ത് പോകുമ്പോൾ ഇത്രയും തിരക്കുണ്ടാവാറില്ല, കാരണം എല്ലാവരും സമ്മറിലാണ് വരുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു ഇവിടെയുള്ള ആൾക്കാർ തന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുന്ന സമയത്ത് ഇവർക്ക് മൗണ്ടെയിൻ സൈഡിലൊക്കെ വീടുകളുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അവിടുത്തെ വീടുകളിലൊക്കെ പോയി താമസിക്കും. ഇവിടെ ചൂടായതുകൊണ്ട് ആരും നിൽക്കില്ല, അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കാരണം അപ്പോൾ ഭയങ്കര ചൂടായിരിക്കും. ഓ, ഇതെന്താണെന്നറിയോ, ഐസ്ക്രീം മേടിക്കാനുള്ളൊരു ക്യൂ ആണ് ഈ കാണുന്നത്. ചൂടായതുകൊണ്ട് എല്ലാവർക്കും ഐസ്ക്രീം കഴിക്കാനും ക്രേവിങ്സ് ഉണ്ടാവും. ഇവിടെ കണ്ടോ മൊത്തം ഫുള്ളായി. സമ്മറിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവിടെ, കാരണം ഇപ്പോൾ ഇവിടെ സമ്മർ ആയല്ലോ. ഞാൻ ബെൽജിയത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലൊരു ഇതിൽ നടന്നു പോയി. ആ ഒരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ കമ്പാരിറ്റീവ്ലി ഇറ്റലി കുറച്ച് ചീപ്പാണ് മറ്റുള്ള സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ ജർമ്മനി ആണെങ്കിലും നെതർലൻഡ്സ് ആണെങ്കിലും ലക്സംബർഗ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇറ്റലി കുറച്ച് ചീപ്പാണ്. പിന്നെ ഇറ്റലിയിൽ തന്നെ ഓരോ സിറ്റികളും എക്സ്പെൻസ് കൂടിയും കുറഞ്ഞിരിക്കും. മിലാൻ ഒരുപാട് ചീപ്പൊന്നുമല്ല, അത്യാവശ്യം എക്സ്പെൻസീവ് ഒക്കെ തന്നെയാണ്. പിന്നെ ഡോളോമൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ബോൾസാനോ എന്ന് പറഞ്ഞിട്ടുള്ള മൗണ്ടെയിൻ ഏരിയ ഉണ്ട്. അതുവഴിയേ ഞാൻ ഇന്ന് വന്നത്. ശരി, ടൈം കുറവായതുകൊണ്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. സോ നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് ബോൾസാനോ ഡോളോമൈറ്റ്സ് ഒക്കെ പോകണം. ഡോളോമൈറ്റ്സ് എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. എനിക്കിഷ്ടപ്പെടുന്ന മൗണ്ടെയിൻ ഏരിയ ആണ്. പിന്നെ ഇവിടെ വെനീസ്, അത് കോസ്റ്റൽ ഏരിയ ആണ്. വെനീസും അടിപൊളിയാണ്. വെനീസ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഫേമസ് ആണ്. അപ്പോൾ വെനീസിലും ഞാൻ പോയില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോഴായിരിക്കും ഞാൻ ഇനി വെനീസും ഡോളോമൈറ്റ്സും വിസിറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് പിന്നെ നെക്സ്റ്റ് ഞാൻ നാളെ റോമിലേക്ക് പോകും. റോമിൽ പിന്നെ ഒരു 2 days. റോമിൽ നിന്ന് പിന്നെ ഞാൻ US പോകുന്നത്. അപ്പോൾ എൻ്റെ യൂറോപ്പ് ട്രാവൽ അവസാനിക്കാൻ പോവുകയാണ്. April 3 ഞാൻ US പോവുകയാണ്. പിന്നെ അവിടെ ആയിരിക്കും എക്സ്പ്ലോറിങ്. ഇവിടെയും ഐസ്ക്രീമിനുള്ള ക്യൂ ആണ് കേട്ടോ. ഞാൻ ഇന്നലെ ആ ഹോസ്റ്റലിൽ തണുത്ത് വരച്ചാണ് ഐസ്ക്രീം മേടിച്ച് കഴിച്ചത്. ഇവിടെ പിന്നെ നല്ല ചൂടുണ്ട്, നല്ല രസം കിട്ടും. അതൊക്കെ ഇത് എല്ലാവരും എന്താ പറയുക, ഈ ഒരു സ്ഥലം യൂറോപ്പിൽ എന്താ പറയുക, പല സ്ഥലങ്ങളും സമ്മറായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ടൂറിസ്റ്റുകളെയും കൊണ്ട് നിറഞ്ഞൊഴുകും. അതാണിപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത്. എന്തോരം പേരെ, ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഈ എന്താ പറയുക, പ്രാഡയും അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ ഷോപ്പിംഗ് എന്താ പറയുക, ഷോപ്പിംഗ് സെൻറ്റേഴ്സാണുള്ളത്. അങ്ങനത്തെ സാധനങ്ങൾ മേടിക്കാം, ഫുഡ് കഴിക്കാം, ആ ഒരു ടൈപ്പ് സംഭവങ്ങളാണ് ഇവിടെ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ഫുള്ള് പർച്ചേസിനുള്ള ഓരോ ബ്രാൻഡ്സൊക്കെ നമുക്കിവിടെ കാണുന്നത്. അതിൻ്റെ ഉള്ളിലൂടെ ഞാൻ പുറത്തേക്ക് എത്തി. അപ്പോൾ വേറൊരു സർക്കിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ സ്പ്രിങ് കഴിഞ്ഞതാണെന്ന് തോന്നുന്നു, കാരണം ഇതിലൊന്നും പൂക്കളില്ലാതെ ഇനി പൂക്കൾ വരുന്നുള്ളൂ എന്ന് എനിക്കറിയില്ല. പൂക്കളൊന്നും ഇതിൽ കാണുന്നില്ല. പൂക്കൾ കൊഴിഞ്ഞു പോയതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്സും ആർക്കിടെക്ട്സൊക്കെ കാണാൻ നൈസാണ് കേട്ടോ. അതിങ്ങനെ നോക്കി നിൽക്കാൻ അടിപൊളിയാണ്. എന്താ പറയുക, ഭയങ്കര പഴയ ബിൽഡിങ്സ്, പക്ഷേ അതിൻ്റെ ആ ഒരു ഷേപ്പും ആ ഒരു ഇതും. പക്ഷേ ഈ ഒരു കളറാണ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും. യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും ഈ ഒരു ടൈപ്പ് ഓഫ് കളറ് കുറേ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു. പിന്നെ നൈസാണ്. ഓരോ ബിൽഡിങ്സിനും അതിൻ്റേതായ ആ ഒരു ബ്യൂട്ടി ഉണ്ട് കേട്ടോ. അതിങ്ങനെ നോക്കി ഇരിക്കാൻ അടിപൊളിയാണ്. പിന്നെ ഒറ്റയ്ക്കൊക്കെ വരുന്ന സമയത്ത് ആണ് അത് കൂടുതൽ ആ ബിൽഡിങ്സൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത്. വേറെ ആരുടെയെങ്കിലും കൂടെയൊക്കെ വരുമായിരുന്നെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ കുറേ ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയേനെ. പക്ഷേ ഞാനിപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ ഈ ബിൽഡിങ്സൊക്കെ ഇങ്ങനെ നോക്കി നടക്കുവാണ്. അത് രസമാക്കണ്ടോ. ഈ ഒരു സർക്കിൾ, ഒരു സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയറിൽ കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ അവരുടെ ടൈം സ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നൈസാണ് കണ്ടോ. മെയിനായിട്ട് ഈ കാണുന്ന ആൾക്കാരൊന്നും ഇവിടുത്തെ ലോക്കൽസ് ഒന്നുമല്ല, എല്ലാവരും പുറത്തെ ടൂറിസ്റ്റുകളായിട്ട് വന്ന ആൾക്കാരാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മൊത്തം ഇതിപ്പോൾ വീക്കെൻഡ് ആണോ വീക്ക് ഡേ ആണോ അങ്ങനെയൊന്നുമില്ല. ഇന്നിപ്പോൾ മൺഡേ ആണ്. മൺഡേ ആയിട്ട് തന്നെ ഇവിടെ മൊത്തം ആൾക്കാരാണ്. എല്ലാ ദിവസവും ഒരുപോലെ തന്നെ
ഇവിടെ തിരക്കായിരിക്കും. അപ്പം ഞാൻ ആലോചിച്ചു ഇപ്പോൾ സൺഡേ ആയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടിലും തിരക്കായിരിക്കുമല്ലോ. പിന്നെ ഏത് സ്ഥലത്ത് പോലും ഡോഗ്സ് എല്ലാം അലോഡാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം യൂറോപ്പിൽ അതാണ്. ഇത് നോക്കിയേ, ഇവിടെ ഒരു ഓൾഡ് ട്രാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ട്രാമാണേ, ചെറിയ ട്രാം. നോക്കി ഇച്ചിരി ഉള്ളൂ. ആ ഒരു ട്രാമിലെല്ലാം കയറി എങ്ങോട്ടെങ്കിലൊക്കെ പോവാം. ഞാൻ ആദ്യം ഇവിടെ ഒന്ന് മൊത്തം കറങ്ങി കാണട്ടെ, എന്നിട്ട് ആ ട്രാമിൽ കയറി പോകാമെന്ന് ആലോചിച്ചു. ഇപ്പോൾ ഞാൻ എടുത്ത ആ ഒരു ഡെയിലി ടിക്കറ്റ് ഉണ്ടല്ലോ, ആ ടിക്കറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ട്രാമിലും ബസ്സിലും അങ്ങനെ എല്ലാത്തിലും നമുക്ക് പോവാം കേട്ടോ. 7 യൂറോയും 60 സെൻറ്റും ആണ് അതിൻ്റെ ആ ഒരു 24 hours ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നാളെ മോർണിംഗ് ഒക്കെ എനിക്ക് ഒരു സ്ഥലത്ത് പോകണമെങ്കിലും അതൊക്കെ യൂസ് ചെയ്യാം. നമുക്കങ്ങനെ 100 മിനിറ്റ് അങ്ങനെ ഇത്ര അവേഴ്സ് അങ്ങനെയൊക്കെ അതിൻ്റെ പാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എത്ര ദിവസം എത്ര ടൈമാണോ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ആ ഒരു പാസ് എടുക്കാവുന്നതാണ്. നോക്കി ആ ട്രാം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ചെറിയ ട്രാമും പഴയ ടൈപ്പ്, നല്ല രസമുണ്ട്. വാവ്, നോക്കി സൗണ്ടൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ കൊൽക്കത്തയിലുണ്ടല്ലോ പഴയ ട്രാം, പക്ഷെ കുറച്ചുകൂടെ വലിയ ട്രാമാണ്. അതുപോലെ ഇവിടെ അതിലും പഴയതാണ്. ഇവിടെ എല്ലാം നമുക്ക് നടന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സിറ്റി ഉള്ളത് കേട്ടോ. നോക്ക്, ഇവിടെ ഷോപ്പിങ്ങിനൊക്കെ അടിപൊളിയാണ്. ഷോപ്പിങ്ങിന് പറ്റിയ എല്ലാ ബ്രാൻഡ്സും എല്ലാ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് നടന്ന് തന്നെ ഫുള്ള് കണ്ടു തീർക്കാം. അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ഞാൻ ബാക്കിൽ കൂടെ പോയിട്ട് ഞാൻ തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ടും അത് തീർന്നിട്ടില്ല. ആ ഒരു അത്രയും ബിൽഡിങ് അങ്ങനെ കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഞാൻ ഇതുവഴി നേരെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുക. അവിടെ എന്തോ ക്ലോസ് ചെയ്തേക്കാണ്, എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. കുറേ നേരമൊക്കെ നടന്ന് ക്ഷീണിക്കുവാണെങ്കിൽ നമുക്ക് ട്രാമൊക്കെ എടുത്തിട്ട് പോവാം. പിന്നെ ഇതുപോലത്തെ ബസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൂർ പാക്കേജൊക്കെ നടത്ത് ആ ഒരു ഇതിൽ വരില്ലേ, അങ്ങനത്തെ ബസ്സാണ് അത് കേട്ടോ. നമുക്കിതാ ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ റെഡാണ്. റെഡ് മാറിയിട്ട് വേണം അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് പോകാം. പക്ഷെ റെഡായിട്ടും ആൾക്കാരൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ മാത്രമാണോ നിൽക്കുന്നത്? ഷോ, ഇതെന്താ എല്ലാവരും ക്രോസ് ചെയ്യുന്നുണ്ടല്ലോ റെഡായിട്ട്. ആരും റൂൾസൊന്നും നോക്കുന്നൊന്നുമില്ലേ? ചേടാ, എന്നാൽ പിന്നെ ഞാനും ക്രോസ് ചെയ്തേക്കാം. പക്ഷേ ഇവിടെ ആരും താക്കുന്നില്ലല്ലോ. അതെന്താ? ഇത്രയും ആൾക്കാരല്ലേ, എല്ലാവരും ഒന്നും അനുസരിക്കുന്നില്ലെന്ന് തോന്നുന്നു. പിന്നെ അത് റെഡ് തന്നെയാണ് കേട്ടോ, മാറുന്നേ ഇല്ല. അപ്പോൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും. ഞാനിപ്പോൾ ഓൾറെഡി ഇതേ കാത്തഡലാണ് ആ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ കറങ്ങി ഞാൻ കറക്റ്റ് ഇവിടെ എത്തി. നമ്മളിവിടെ വഴി തെറ്റിപ്പോവില്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തും കേട്ടോ. പിന്നെ ഇവിടെ കുറേ മ്യൂസിയം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ മ്യൂസിയം ഒക്കെ ക്ലോസ്ഡ് ആണ്. മൺഡേ ആണ് ഇവിടെ മ്യൂസിയം ഒക്കെ ക്ലോസ്ഡ് എന്ന്. ഇത് ഇവിടുത്തെ പോലീസ് അങ്ങാണ്ടാണ് കുതിരവണ്ടിയിലൊക്കെയാണ് പോകുന്നത്. കുതിരേൻ്റെ പുറത്ത് കയറിയാണ് അവർ പോകുന്നത്. അതുവഴി നടന്ന് ഞാൻ അടുത്തൊരു സ്ക്വയറിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കാസിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായി. ആ ഒരു ഏരിയയിലേക്കാണ് ഞാൻ നടന്നു പോകുന്നത്. അപ്പോൾ പുതിയ ടൈപ്പ് ട്രാമുകളുണ്ട് കേട്ടോ. പഴയ ടൈപ്പ് ട്രാം മാത്രമല്ല, പുതിയ ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇതേ ഞാൻ അവിടെ കണ്ട് അങ്ങ് ദൂരെ പുതിയ ടൈപ്പാണ് കാണുന്നത്, പഴയതല്ല. ഇവിടെ സിഗ്നലൊക്കെ ഉണ്ട്, ഗ്രീൻ ആയപ്പോൾ നടന്നെല്ലാം. യൂറോപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ ഒരു ട്രാമിൻ്റെ ഇത് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ, ഷോപ്പിങ്ങിനും ഇരിക്കാനും. കാരണം ഈ ബിൽഡിങ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് സെയിം ബിൽഡിങ് അപ്പുറത്തെ സൈഡ് ഉണ്ടായി. പക്ഷെ ഞാനിങ്ങനെ ഓരോ ബ്രാൻഡിൻ്റെ പേര് വായിക്കുമ്പോഴാണ് മനസ്സിലായത്, ഇതല്ല, ഇത് വേറെയാണ് എന്ന് നമുക്ക് അത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഫുൾ സിറ്റിയും കണ്ടു തീർക്കാം. ഇറ്റലി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസസും പഴയ ചേർച്ചും എന്താ പറയുക അങ്ങനെയുള്ള സ്ഥലമാണ്. ഇനിയിപ്പോൾ റോമിൽ ചെല്ലുവാണെങ്കിൽ അവിടെയും പണ്ട് തൊട്ടേ ഉള്ള പഴയ രീതിയിലുള്ള എല്ലാ എന്താ പറയുക ബിൽഡിങ്സ് ആയാലും എല്ലാം നമുക്കങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ നോക്ക്, അതൊക്കെ കാണുമ്പോഴേ അറിയാം ആ ഒരു ഓരോ ബിൽഡിങ്ങിൻ്റെയും ആർക്കിടെക്റ്റും കാര്യങ്ങളൊക്കെ നൈസാണ്. അത് വീഡിയോയിൽ എത്രത്തോളം കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയുന്നില്ല, പക്ഷേ നേരിട്ട് കാണുന്ന സമയത്ത് അത് ഭയങ്കര നൈസാണ്.
കാണാൻ. ഇവിടെയൊക്കെ നോക്കിയേ എന്തോരം ക്രൗഡാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു സമ്മറൊക്കെ ആവുന്ന സമയത്ത് ഒരുപാട് ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കും. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഇവിടെ നടക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എല്ലാവരും അങ്ങോട്ട് നോക്കിയാണ് നിൽക്കുന്നത്. ഞാൻ നോക്കിയോട്ടെ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുകയാണോ എന്താ സംഭവം എന്നുള്ളത്. എല്ലാരും എന്താ ഇങ്ങനെ നോക്കുന്നേ? മറ്റേ വീട്ടില് പറയുന്ന പോലെ. എന്താ സംഭവം മനസ്സിലാവുന്നില്ലല്ലോ. എനിക്ക് മാത്രമാണോ മനസ്സിലാവാത്തത്, അതോ ഇവരാർക്കും മനസ്സിലാവാണ്ടാണ് നോക്കുന്നത്? ഷൂട്ടിംഗ് ആണോ? ഷൂട്ടിംഗ് നടക്കാന്ന് തോന്നുന്നു. എന്തെങ്കിലും സിനിമേൻ്റെ ഷൂട്ടിംഗ് എങ്ങാണ്ടാണ് കേട്ടോ. അതാണ് സംഭവം. ഞാൻ ഓർക്കുന്നുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കണ്ടോ ദേ ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട്. ഷൂട്ടിംഗ് നടക്കുക. ഇതൊക്കെ ആരാന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇതിൻ്റെ സിനിമയിൽ ആരെങ്കിലും ആണോ എന്താണോ അറിയാൻ പാടില്ല. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരാളുടെ മുഖം പോലും പെടാതെ വീഡിയോ എടുക്കൽ ഭയങ്കര ടാസ്ക്കാണ്. അത് വേറെ കാര്യം. ഇപ്പം ഞാൻ ചിലരൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പം നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോയിൽ നോ വീഡിയോ എന്നൊരു പുള്ളിക്കാർ പറഞ്ഞു. പലർക്കും ഇഷ്ടമുണ്ടാവില്ല അവരെ ഫേസ് വീഡിയോയിൽ വരുന്നത്. പക്ഷേ ഇത്രയും ക്രൗഡഡ് ആയിട്ട് എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒരു ഫേസ് അതിൽ വരും. പക്ഷേ നമ്മൾ ഒരാളെ ഫോക്കസ് ചെയ്ത് എടുക്കുന്നില്ലല്ലോ. ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് എടുക്കുകയാണെങ്കിലാണ് എന്താ പറയുക അങ്ങനെ പറ്റും. അല്ലാതെ ഇപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് സ്പേസിൽ മൊത്തം എല്ലാവരും എടുക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പണ്ട് ഒമാനിൽ പോയ സമയത്ത് ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഫോണൊക്കെ തട്ടി മാറ്റി ഉണ്ട്. അതായത് ഞാൻ ഒരു ഗുഹ പോലൊരു വെള്ളത്തിൻ്റെ സ്ഥലത്ത് പോയതായിരുന്നു. ആ ടൈമിൽ മൊത്തത്തിൽ ചുറ്റിയെടുത്തതാണ്. ആ ഒരു പുള്ളിക്കാരി ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. പെട്ടെന്ന് വന്നിട്ട് പുള്ളിക്കാരി തട്ടി മാറ്റി. പുള്ളിക്കാരി എന്തോ ബിക്കിനി ഇട്ടേക്കുവാണ്. കാരണം അവിടെ എന്താ പറയുക ബിക്കിനി അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സുകൾ തന്നെ ഒരുപാട് ഇടാൻ പാടില്ല. എന്നിട്ടാണ് ആ പുള്ളിക്കാരി ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് അത് വീഡിയോയിൽ വരാൻ പറ്റില്ല. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരി പുറത്ത് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ. അപ്പം ഞാനിപ്പോൾ അത് ഓർത്തത് പെട്ടെന്ന് ഈ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞപ്പോൾ. ഇവിടെ ഉണ്ടോ ആൾക്കാരൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടി അങ്ങനെ നിൽക്കുന്നുണ്ട്. മറ്റേ എന്തോ സാധനം വായിച്ച്. പക്ഷെ അത് കേൾക്കാൻ ആരും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ഒന്നുകൂടെ ക്രൗഡായിട്ട് എല്ലാവരും ഉണ്ടാവുന്നു. പക്ഷെ വൈബാട്ടോ. ഇതുവഴി ഇങ്ങനെ നടക്കാനും എന്താ പറയുക അത്യാവശ്യം ഇങ്ങനെ ഈ തണലുള്ള സമയത്തൊക്കെ തണുത്ത ഒരു കാറ്റൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. ബിൽഡിങ്സ് ആയാലും കറക്റ്റ് ഒരു സ്ക്വയറിൻ്റെ വഴിയിലൊക്കെ നടുവിലൊക്കെയാണ് ഇത് നോ 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 എന്ന് പറയുന്നത് കണ്ടോ. വീഡിയോ എടുക്കരുത് എന്ന്. അതാണ് എല്ലാവരുടെയും കൂടെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവിടെ അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റില്ല. അങ്ങനെ ആയിരിക്കും. ആഹാ റോഡ് മുറിച്ച് കിടക്കാൻ തന്നെ എന്തോ ഒരാൾക്കാരാ. അടുത്ത സ്ക്വയറിലെത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ ഡയറക്ഷനൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് പോവാം. ഞാനിതൊരു വാട്ടർ ഫൗണ്ടെയിനൊക്കെ ഉള്ള ഒരു സ്ക്വയറിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് എൻ്റെ കൈയൊക്കെ എന്തോ പോലെ ആയിട്ടോ. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ക്ലൈമറ്റ് മാറിയതിൻ്റെ ആണോ അറിയില്ല. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഒരു വൈറ്റ് തൊലി പോകുന്ന പോലെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പേടിയായി പെട്ടെന്ന്. എൻ്റെ ചുണ്ടും എല്ലാം അങ്ങനെ ആയിട്ടുണ്ട്. വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അറിയാൻ പറ്റുന്നുണ്ടോ? മൊത്തം ഒരു വൈറ്റ് കളറായത് ഭയങ്കര ഡ്രൈ ആയിപ്പോയി. ഇനി എനിക്ക് സൺബേൺ അടിക്കുമെന്നാണ് ഇപ്പം എൻ്റെ പേടി. പെട്ടെന്ന് ആ രാവിലെ 2 ഡിഗ്രി സ്നോഫാൾ എന്നൊക്കെ ഈ 20 ഡിഗ്രി ചൂടിലേക്ക് വന്നുകൊണ്ട് ക്ലൈമറ്റ് മാറിയപ്പോൾ സ്കിൻ അഡാപ്റ്റ് ആവാത്തതാണോ എന്താണെന്ന് മനസ്സിലാവണം. മൊത്തത്തിൽ എനിക്ക് എൻ്റെ ബോഡിയിൽ മൊത്തത്തിൽ ഇങ്ങനെ സ്കിന്ന് വലിയുന്നൊരു ഫീല്. എന്നിട്ട് ഭയങ്കര ഡ്രൈ ആവുന്നൊരു ഫീൽ എൻ്റെ കൈയല്ല കേട്ടോ. പിന്നെ ഈ ഒരു മിലാൻ സിറ്റിയിൽ ഈ ഒരൊറ്റ കാസിൽ മാത്രമാണ് ഉള്ളത് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ ഇഷ്ടിക വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഓക്കെ, ഇത് ചുറ്റും ഇങ്ങനെ ഒരു ഗ്രൗണ്ടും ഒക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് എന്തോ എൻട്രി ഇല്ലെന്ന് തോന്നുന്നു. എന്തോ ക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇംഗ്ലീഷിലല്ല, എല്ലാം ഇറ്റാലിയൻ ഭാഷയിലാണ് എല്ലാവരുടെയും എഴുതി വെച്ചേക്കുന്നത് ഓരോ കാര്യങ്ങളും. നമുക്ക് ഇതിൻ്റെ ഒന്നും ഉള്ളിലേക്ക് എൻട്രി ഇല്ലയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത്. ഉള്ളിലേക്കൊന്നും അങ്ങനെ ആ ഒരു കയറാൻ പറ്റിയൊന്നും കാണുന്നില്ല. ആരും ഉള്ളിലേക്ക് കയറിയതായിട്ടും കാണുന്നില്ല കേട്ടോ. പിന്നെ
ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസസ് ആണ് കൂടുതലും. അപ്പോൾ ഇറ്റലിയിലേക്ക് വരുമ്പോൾ ആ ഒരു ഹിസ്റ്ററിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു കൺട്രി ആയിരിക്കും ഇറ്റലി. ഇന്നലെ ഞാൻ ഓസ്ട്രിയയിലെല്ലാം ഇതുപോലെ കുറേ കറങ്ങി നടന്നു. പക്ഷേ അവിടെ ഭയങ്കര വൈബായിരുന്നു. അതായത് കുറേ ബിൽഡിങ്സ് അല്ല, നാച്ചുറലി കാണുന്ന എന്താ പറയുക, അരുവികളും മൗണ്ടെയ്ൻസൊക്കെയാണ്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ബോറടിക്കില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ ബിൽഡിങ്സൊക്കെ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബോറിങ് ആയി തുടങ്ങും. ഇപ്പോൾ ഓൾമോസ്റ്റ് കാസിലും കുറേ ഹിസ്റ്റോറിക്കൽ പ്ലേസസൊക്കെ കണ്ട് ബോറിങ് ആയി. സോ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് പൊതുവെ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാമെന്ന് ആലോചിച്ച് ഇരിക്കുകയാണ്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ കുടിക്കാം കേട്ടോ. ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇവിടുന്ന് ട്രാം എടുത്തിട്ട് ഞാൻ ചൈന ടൗണിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ്സ് എന്തോ ഉള്ളൂ ട്രാമിൽ. നമ്മൾ നടക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ നടക്കാനുണ്ട്. ഒരു 1.5 കിലോമീറ്റർ സംതിങ് ഉണ്ട്. ഞാൻ ചൈന ടൗണിലേക്ക് പോകണില്ല കേട്ടോ. ഞാൻ ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഞാൻ വിചാരിച്ച് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന്. എനിക്ക് വിശക്കുന്നുണ്ട് ചെറുതായിട്ട്. കുറച്ച് നേരം അങ്ങോട്ടൊക്കെ നടന്നു. എനിക്കറിയില്ല, ഭയങ്കര ടയേർഡ്, ഉറക്കൊക്കെ വരിക. ഇന്ന് രാവിലെ ഇത്രയും ലോങ് ജേണി കഴിഞ്ഞ് വന്നുകൊണ്ടാന്ന് തോന്നുന്നു. ഭയങ്കര ക്ഷീണം തോന്നുന്നു. ഞാനിത് അവിടെ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് 4 യൂറോ ആണ്. ഇന്നലെ യൂറോ കുറവായിരുന്നു, ടേസ്റ്റ് കൂടുതലായിരുന്നു. ഇന്ന് യൂറോ കൂടുതലാണ്, ടേസ്റ്റ് കുറവാട്ടോ. ഫ്ലേവറൊക്കെ ഓൾമോസ്റ്റ് സിമിലറാണ് ലോട്ടസ് ബിസ്കോഫിൻ്റെ. പക്ഷേ ടേസ്റ്റ് വേറെ എന്തോ ആണ് എനിക്ക് കിട്ടുന്നത്. ഇതൊരു ഇറ്റാലിയൻ ഡിന്നറാണ് കേട്ടോ. അതാണ് ഞാനിപ്പോൾ ഇന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത്. കാണാനൊക്കെ നൈസായിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയതാണ്. ഫുഡൊക്കെ നൈസായിരുന്നു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.